ജമ്മുകശ്മീരിലെ ഡോഡ ജില്ലയിൽ ഭീകരാക്രമണം 5 സൈനികർക്ക് ഗുരുതര പരുക്ക്. ദേശവനമേഖലയിലാണ് ആക്രമണം ഉണ്ടായത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ ഈ ദേശവനമേഖലയിൽ ആക്രമണം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ്? ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരം എന്താണ്? ഈ ഡോഡ ജില്ലയിലാണ് ഈ പറഞ്ഞ ഭൂപ്രദേശമുള്ളത്. ഈ ഭീകരവാദികൾ തങ്ങിയിരുന്നത് ഈ വനമേഖലയിലായിരുന്നു. അവരാണ് സൈന്യത്തിന് നേരെ തിരച്ചിൽ നടത്തുകയായിരുന്ന സൈന്യത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. 5 സൈനികർക്ക് സംയുക്ത സേനാംഗങ്ങളാണ് ഈ തെരച്ചിലിൽ പങ്കെടുത്തത്. അതായത് സേനയുടേത്, CRPF-ന്റേത്, ജമ്മു കാശ്മീർ പോലീസിന്റേത്. ഈ സംയുക്ത സേനാംഗങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. 5 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു. ക്രിട്ടിക്കലി ഇൻജുവേർഡ് എന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഈ 5 പേരെയും വൈദ്യസഹായം നൽകാനായിട്ട് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജമ്മു കാശ്മീരിന്റെ എല്ലാ മേഖലകളിലും ഭീകരവാദികളെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടപടികൾ ശക്തമായിട്ട് നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഈ ഭീകരവാദികൾ പലയിടങ്ങളിലും ജനങ്ങളെ മറയാക്കി സൈന്യത്തിന് നേരെ നിറയൊഴിക്കുന്ന ശ്രമങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി ചില സൈനികർക്ക് വീരമൃത്യു വരിക്കുന്ന സാഹചര്യങ്ങളും സമീപ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതിന് തുടർച്ചയായിട്ടുള്ള ഒരു തിരച്ചിൽ നടപടിയാണ് ഡോഡയിലും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.